മറ്റൊന്ന് ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയത് സംശയാസ്പദമെന്ന വിലയിരുത്തലിലാണ് സർക്കാരും സിപിഐഎമ്മും. കൊല്ലത്തെ പ്രതിഷേധത്തിന് തൊട്ടുപിന്നാലെ കേന്ദ്രസേന എത്തിയതും കേരള പോലീസ് രാഷ്ട്രീയ തടവറയിലാണെന്ന ഗവർണറുടെ പരാമർശവും പ്രത്യേക നീക്കങ്ങളുടെ ഭാഗമെന്നാണ് പാർട്ടിയും സർക്കാരും കരുതുന്നത്. എല്ലാ മാസവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്ന റിപ്പോർട്ടിൽ ഗവർണർ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നാണ് സൂചന. ശരത് കെ ശശിയുണ്ട് വിവരങ്ങളുമായി. ശരത്ത്, ഈ ഒരു അതായത് സംശയാസ്പദം എന്നൊരു വിലയിരുത്തലിലേക്ക് സർക്കാരും സിപിഎമ്മും എത്തുന്നു. ഒപ്പം ഈ കൊല്ലത്തെ പ്രതിഷേധം, അതിന് പിന്നാലെ കേന്ദ്രസേന എത്തിയതും കേരള പോലീസ് രാഷ്ട്രീയ തടവിലാണെന്ന ഗവർണർ ഇന്നലെ അങ്ങനെ ഒരു വിമർശനവും ഉന്നയിക്കുന്നു. ഒപ്പം ഇതൊക്കെ പ്രത്യേക നീക്കങ്ങളുടെ ഭാഗമാണെന്ന് പാർട്ടിയും സർക്കാരും കരുതുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഒപ്പം എങ്ങനെയാണ് ഈ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇനിയുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാവുക, പ്രത്യേകിച്ച് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന്? നേരത്തെ ഡിസംബറിൽ പാറ്റൂരിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ഇറങ്ങിയപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി SFI പ്രവർത്തകരോട് കയർക്കുകയും പോലീസിനെ രൂക്ഷമായി വിമർശിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അന്ന് ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ SFI പ്രവർത്തകർ പാഞ്ഞടുക്കുകയും ആ ഗവർണറുടെ കാറിന് കൈകൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്ര ഗുരുതരമല്ലാത്ത സാഹചര്യമാണ് ഇന്നലെ നിലമേലിലുണ്ടായത്. ഗവർണറുടെ വാഹന വ്യൂഹം പോകുമ്പോൾ അതിൽ നിന്നും ഏറെ അകലെയായാണ് SFI പ്രവർത്തകർ ഉണ്ടായിരുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തു. അങ്ങനെ അത്ര ഗുരുതരമല്ലാത്ത സാഹചര്യമായിരുന്നിട്ട് കൂടി ഈ വിഷയത്തിൽ കുറെ കൂടി കടുത്ത പ്രതിഷേധം ഗവർണർ നടത്തുന്ന സാഹചര്യം നേരിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഒക്കെ തന്നെ അദ്ദേഹം ഫോൺ ചെയ്യുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇത് സംശയാസ്പദകരമായ ഒരു നീക്കമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന വിലയിരുത്തലാണ് CPM-ഉം സർക്കാരും നടത്തുന്നത്. അതിന് തെളിവായി പറയുന്നത് ദ്രുതഗതിയിൽ തന്നെ കേന്ദ്രസേന വരുന്നു. ഗവർണർ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേന്ദ്രസേന ഗവർണറുടെയും രാജ്ഭവന്റെയും ഒക്കെ തന്നെ സുരക്ഷ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇത് ഈ ഒരു മുഴുവൻ സംഭവ വികാസങ്ങളും സംശയത്തോടു കൂടിയാണ് സർക്കാരും CPM-ഉം അതുകൊണ്ട് തന്നെ നോക്കിക്കാണുന്നത്. കൂടുതൽ കേന്ദ്ര ഇടപെടലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഗവർണറുടെ നടപടിയെ സർക്കാരും CPM-ഉം വിലയിരുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഗവർണർക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നത് തന്നെ പഴുതട ഉന്നയിക്കാൻ സാഹചര്യമില്ലാത്ത രീതിയിൽ ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെ കടന്നാക്രമണം നടത്തുക എന്നത് തന്നെയാണ് രാഷ്ട്രീയമായി CPM തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും CPM-ന്റെ പ്രഖ്യാപിത നിലപാട് ഗവർണർ പദവിയുടെ അനിവാര്യത സംബന്ധിച്ചായിരുന്നു. ആ പദവി തന്നെ അനിവാര്യമല്ല എന്നതായിരുന്നു പല ഘട്ടങ്ങളിലും CPM വ്യക്തമാക്കുകയും ചെയ്തത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഇന്ന് CPM കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഏതായാലും ഈ ഗവർണറുടെ നടപടി വിശദമായ ഒരു ചർച്ചയ്ക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഘട്ടത്തിൽ ഗവർണർക്കെതിരായി എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ചൊരു ഔദ്യോഗിക രൂപം ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതാണ് സർക്കാരിൻ്റെയും CPM-ന്റെയും ഭാഗത്തു നിന്നുമുള്ള ഒരു നീക്കങ്ങളുടെ ഒരു സാധ്യത സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഗവർണർ ഏതായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുരക്ഷ, രാജ്ഭവന്റെ സുരക്ഷ ഒക്കെ തന്നെ CRPF ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിലും അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ പോലീസിന്റെ എസ്കോർട്ട് അദ്ദേഹത്തിനുണ്ടാകും. അതുപോലെ തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന വേദിയിൽ പോലീസിന്റെ സാന്നിധ്യവും ഉണ്ടാകും. പക്ഷേ ഗവർണർ ഈ കാര്യത്തിൽ പോലീസ് രാഷ്ട്രീയ തടവറയിലാണെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേ നിലപാട് അദ്ദേഹം കേന്ദ്ര സർക്കാരിന് നൽകുന്ന റിപ്പോർട്ടിലും ആവർത്തിക്കാനാണ് സാധ്യത. സാധാരണഗതിയിൽ ഓരോ മാസവും ഈ സംസ്ഥാനത്തിന്റെ പൊതു സാഹചര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഗവർണർ രാഷ്ട്രപതിക്ക് ഒരു റിപ്പോർട്ട് നൽകാറുണ്ട്. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് അത് ആഭ്യന്തര മന്ത്രാലയത്തിനും ലഭിക്കുകയും ചെയ്യും. ആ റിപ്പോർട്ടിൽ ഏതായാലും സംസ്ഥാനത്ത് തനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം ഗവർണർ സൂചിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസം അമിത്ഷായെ തന്നെ വിളിച്ച് ഇക്കാര്യങ്ങൾ അറിയിക്കാൻ ഗവർണർ ശ്രമിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ട ഒരു സാഹചര്യത്തിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ രേഖാമൂലം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ ഗവർണർ സന്നദ്ധനാകും. അതോടൊപ്പം തന്നെ ബില്ലുകൾ സംബന്ധിച്ചിട്ടുള്ള അനിശ്ചിതത്വം വീണ്ടും ശക്തമാകുന്നു എന്നുള്ളതാണ്. ഇടുക്കിയിലെ ജനങ്ങളെ ഏറെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിലൂടെ പരിഹരിക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടത്. ആ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം
പ്രതിഷേധത്തിൽ ഒപ്പിടാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം നേരത്തെ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും ഈ വിഷയത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഏറ്റുമുട്ടൽ കടുത്ത സാഹചര്യത്തിൽ ആ ബില്ലിൽ ഒപ്പിടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും തലസ്ഥാനത്ത് ഗവർണർ ഇനി ഫെബ്രുവരി 17-ാം തീയതി മാത്രമേ മടങ്ങിയെത്തുകയുള്ളൂ. അതിനു മുൻപ് കൊച്ചിയിൽ 2 ദിവസത്തെ പരിപാടിക്കായി 30-ാം തീയതി അദ്ദേഹം എത്തുന്നുണ്ട്. തലസ്ഥാനത്ത് രാജ്ഭവനിൽ അദ്ദേഹം ഇനി അടുത്ത ഫെബ്രുവരി 17-ാം തീയതി മാത്രമേ മടങ്ങിയെത്തുകയുള്ളൂ. ശരത്ത്, ഈ ഒരു ഘട്ടത്തിൽ അതായത് SFIയുടെ പ്രതിഷേധം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയ ഒരു നടപടി വന്നതിന് പിന്നാലെ ഈ SFIയുടെ പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്ന് കണ്ടതാണ്. വരും ദിവസങ്ങൾ അല്ലെങ്കിൽ ഗവർണർ ഇനി പങ്കെടുക്കാനെത്തുന്ന പരിപാടികളിലൊക്കെ ഇങ്ങനെയൊരു പ്രതിഷേധത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അടുത്ത ദിവസങ്ങളിലും സമാന വിധത്തിലുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇനി കുറച്ച് ദിവസങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകില്ല. കൊച്ചിയിൽ 2 ദിവസങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. പിന്നീട് ഫെബ്രുവരി 17 മാത്രം മടങ്ങിയെത്തുന്ന സാഹചര്യം. എങ്കിലും അദ്ദേഹം ഇനി സംസ്ഥാനത്ത് മടങ്ങിയെത്തുമ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധം നടത്തും. കേന്ദ്രസേന സുരക്ഷ ഏറ്റെടുത്തു എന്ന് കരുതി പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കില്ല എന്നത് SFI വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് 30 അംഗ CRPF സംഘമാണ് നിലവിൽ ഗവർണറുടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ബഹുഭൂരിഭാഗം ആളുകളും രാജ്ഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സുരക്ഷാ ചുമതല നിർവഹിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യക്ഷത്തിൽ നമുക്ക് ഗവർണർ പലപ്പോഴും അദ്ദേഹത്തിന്റെ യാത്രാ റൂട്ടിലാണ് അദ്ദേഹം പ്രതിഷേധങ്ങൾ നേരിടുന്നത്. ആ പ്രതിഷേധങ്ങൾ ഈ കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തി എന്നതുകൊണ്ട് ഒഴിവാകാനുള്ള സാധ്യത കാണുന്നില്ല. പോലീസിന്റെ സുരക്ഷയായിരിക്കും ഈ യാത്രാ റൂട്ടിലൊക്കെ തന്നെ അധികവും ഉണ്ടാവുക. ആ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ SFI വരും ദിവസങ്ങളിലും നടത്തിക്കൊണ്ടേയിരിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്.